കർത്താവിൻ്റെ തന്നെ നാം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം. പുറപ്പാട് പുസ്തകം 14 അധ്യായം 19 വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ഇസ്രായേലിയുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവത്തിന്റെ ദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. ഈ വചനഭാഗം വായിക്കുമ്പോൾ വലിയ ആമേൻ സ്തോത്രം, ദൈവത്തോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പാൻ കൊണ്ടിടയാകും. വലിയ അമ്പരപ്പോടുകൂടി മാത്രമേ ഈ വചനഭാഗം നമുക്ക് ധ്യാനിക്കുവാനായി കഴിയുള്ളൂ. അപ്പോൾ ഇസ്രായേലിനെ നയിക്കുവാനായി മരുഭൂമിയിൽ വഴിയറിയാത്ത വഴിയിൽ കൂടി അവർ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവർക്കറിയില്ല. മോശ അത് ദൈവത്തോട് സംസാരിക്കുന്നു കാണുവാൻ ഒന്നും കഴിയുന്നു. അങ്ങനെയാണ് ഈ ദൈവത്തിന്റെ ദൂതനെ ഇസ്രായേലിന് മുന്നേ ദൈവം അയക്കുവാൻ കൊണ്ടിടയായത്. അപ്പോൾ ദൂതൻ മുൻപിൽ നടക്കുമ്പോൾ തന്നെ മേഘസ്തംഭവുമായി പിതാവാൻ ദൈവത്തിന്റെ സാന്നിധ്യം അവരോടുകൂടെ ഇരുന്നു നമുക്ക് കാണുവാൻ കൊണ്ടും കഴിയുന്നു. അപ്പോൾ അവരെ നയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദൂതനെ നമുക്കവിടെ വളരെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നു. ഒരുപക്ഷെ ഒരു ദൂതൻ ഈ സൈന്യത്തിന്റെ ഈ നടക്കുന്ന ഇസ്രായേൽ പിതാക്കന്മാരുടെ മുന്നേ നടക്കുന്നതായി അക്ഷരികമായ രീതിയിൽ ഒരു ദൂതൻ അങ്ങനെ നടക്കുന്നതായിരിക്കും. അതിൽ പക്ഷെ അവരുടെ മുന്നിൽ ഒരു ദൂതൻ ഉണ്ടായിരുന്നു. അവർക്കത് വ്യക്തമായി ഒരു രൂപം പോലെ, ഒരു നിഴല് പോലെ അവർക്ക് കാണുവാൻ കഴിയുമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ആപത്ഘട്ടം വന്നപ്പോൾ എന്തു ചെയ്തു? ദൂതൻ അവരുടെ മുന്നിൽ നിന്ന് അവരുടെ പിന്നിലേക്ക് വരുവാൻ കൊണ്ടിവിടെയായി. അപ്പോൾ കർത്താവ് തന്നെ തന്റെ വചനത്തിൽ ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട്, സംഘത്തിൽ നിന്റെ എല്ലാ വഴികൾ നിന്നെ കാക്കുവാൻ അവൻ നിന്നെക്കുറിച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിനോട് തട്ടാതോണ്ടും അവർ തങ്ങളുടെ കൈകൾ നിന്നെ വഹിച്ചുകൊള്ളും. മുന്നിൽ നിന്ന് നയിക്കുന്ന ദൂതൻ നിന്നെ പിന്നിലേക്ക് കടന്നു വന്ന് ഇസ്രായേലിനോട് അടുക്കാതെ ഇസ്രായേൽ സൈന്യത്തെ തടഞ്ഞതായി കാണുവാൻ കൊണ്ട് എത്ര പേർക്ക് മനസ്സിലാക്കും, എത്ര പേർക്ക് കാണുവാൻ കഴിയുന്നുണ്ട്? ദൈവത്തിന്റെ പേരിൽ നിന്നെ കുറിച്ച് ദൈവം കൽപ്പിച്ചിരിക്കുന്ന തന്റെ ദൂതൻ നിന്നെ സംരക്ഷിക്കുന്ന വിധങ്ങളെ കുറിച്ച് നിനക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? നിനക്ക് കണ്ണുണ്ടോ? കണ്ണുണ്ടെങ്കിൽ ആമീൻ സ്തോത്രം, സദാസമയം ദൈവത്തെ സ്തുതിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. കാരണം നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ദൂതൻ സദാസമയം നമ്മെ പരിപാലിക്കുന്ന ആമീൻ സ്തോത്രം ഒരു അനുഭവം ഓരോ ദൈവത്തിന്റെയും ജീവിതത്തിലുണ്ട്. അത് കർത്താവിന്റെ കൽപ്പന, കർത്താവിനെ നാം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ആ ഒരു നിമിഷം മുതൽ, അല്ലെങ്കിൽ നാം ജനത്തിൽ അവനെ സാക്ഷീകരിക്കുന്ന നിമിഷം മുതൽ ഈ ദൂതൻ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. മുന്നിൽ നിന്ന് വഴി നടത്തുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നിൽ നിന്ന് ആപത്തുണ്ടാകുന്ന സമയത്ത് പിന്നിൽ പോയി നിന്നിട്ട് ശത്രുവിന്റെ ആയുധങ്ങളെ തടയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നമ്മളോടൊപ്പം ദൈവത്തിന്റെ ദൂതന്മാരുള്ളപ്പോൾ ദൈവത്തിന്റെ പൈതലും അനുഭവയാത്രയിൽ നാം എന്തിനാണ് ഭയപ്പെടേണ്ടത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് പോലെ, നാം ആശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, അല്ലെ പലപ്പോഴും നമ്മൾ ഡേറ്റുകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഡേറ്റുകൾക്കുള്ളിൽ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി വരാതിരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നിട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലില്ല, അല്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല എന്നൊക്കെ ഓർത്ത് നമ്മൾ ഭാരപ്പെടാറുണ്ട്. ദൈവത്തിന്റെ പൈതലിൽ ദൈവം നമുക്ക് ദോഷങ്ങൾ ചെയ്യുന്ന ദൈവമല്ല. ദൈവം എപ്പോഴും ഈ ലോകത്തിലുള്ള ഒരു പിതാവ് നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ ആമീൻ അധികമായി നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവാണ്. ആ സ്നേഹത്തെ നമ്മുടെ ആത്മാവിൽ നമുക്ക് രുചിച്ചറിയുവാൻ കൊണ്ട് ഇടയാകണം. ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്ക് ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും, ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെന്ന്. യാക്കോബിനോടൊപ്പം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷെ യാക്കോബിനത് മനസ്സിലായില്ല. പക്ഷേ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധിയിൽ അവൻ അമ്മയോടൊപ്പം തന്റെ ഭവനത്തിൽ, തന്റെ കൂടാരത്തിലായിരിക്കുന്നു, സാധുശീലനും കൂടാരവാസിയുമായിരിക്കുന്നു യാക്കോബിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അമ്മയോടൊപ്പമായിരുന്നു സദാസമയം. വീടിന്റെ സകല സന്തോഷത്തിലും അവൻ ആയിരുന്ന ഇടങ്ങളിലൊന്നും, ആ സമയങ്ങളിലൊന്നും ദൈവത്തെ കുറിച്ച് അവനെ മനസ്സിലാക്കുവാൻ കൊണ്ട്, എന്നാൽ കേൾവിയാൽ അവനത് മനസ്സിലാക്കുന്നുണ്ട്. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ജീവിതത്തിൽ കൂടി അവൻ ഈ കുഞ്ഞ് കേൾക്കുന്നുണ്ട് ദൈവത്തെ കുറിച്ച്. പക്ഷെ അനുഭവിച്ചറിഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? അവന്റെ ജീവിതത്തിൽ അവൻ വലിയ ശൂന്യമായ അനുഭവത്തിലേക്ക്, ഭീതിയുടെ അനുഭവത്തിലേക്ക്, മരണഭീതിയും അന്ധതമസും ആ മരുഭൂയാത്രയിൽ ലൂസിൽ വെച്ച് അവന്റെ മേൽ വീണ് കഴിഞ്ഞപ്പോൾ അവൻ ആ ദൈവത്തിന്റെ സാമീപ്യം മനസ്സിലാക്കുവാൻ കൊണ്ടൂടെ. പലപ്പോഴും ദൈവത്തിന്റെ സാമീപ്യം നാം മനസ്സിലാക്കേണ്ടത് ഒറ്റപ്പെടുന്ന അനുഭവങ്ങളാണ്.
നമ്മൾ ഏകരായിരിക്കുമ്പോൾ, ജീവിതത്തിൽ സകലതും നമുക്ക് പ്രതിസന്ധിയിലായിരിക്കുന്നതാ. ദൈവത്തിന്റെ ആ സാന്നിധ്യത്തെ, പ്രത്യക്ഷതയെ മനസ്സിലാക്കുവാൻ ദൈവം ചില പ്രത്യേക അവസരത്തിൽ നമ്മയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടി കടത്തി വിടാറുണ്ട്. ഈ സാഹചര്യത്തിൽ ആമീൻ ഭയപ്പെടുവാനും ഭ്രമിക്കുവാനും ഉള്ളതല്ല. ദൈവം അടുത്തു വന്ന് തന്നെത്താനെ വെളിപ്പെടുത്തി കാണിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, നീ ഭയപ്പെടേണ്ട എന്ന് നമ്മെ മനസ്സിലാക്കത്തില്ല. ശിഷ്യന്മാരുടെ പടകിൽ കർത്താവ് കടൽ ഇളകി മറിയുന്ന സമയത്ത് കടന്നു വരുന്നതായി നമുക്ക് കാണുവാനൊക്കെ ഉണ്ടും കഴിയുന്നത്. കടലിന്മേൽ നടന്നു വരുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രമിച്ചു പോകുവാൻ്റെ കൊണ്ടിടയായി. അപ്പോൾ ചില പ്രത്യക്ഷത, ദൈവിക പ്രത്യക്ഷത നമ്മെ ഭയപ്പെടുത്തുന്ന ദൈവിക പ്രത്യക്ഷതയാണ്. പ്രത്യേകിച്ച് എസ്കേലിനെ പോലുള്ള പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ദൈവ തേജസ് അവരുടെ മുമ്പിൽ വെളിപ്പെട്ടപ്പോൾ അവർ ഭയവിഹതരായി, ബോധരഹിതരായി താഴെ വീഴുന്നത് നമുക്ക് കാണുവാൻ്റെ കൊണ്ടും കഴിയുന്നത്. അതുകൊണ്ട് ആമീൻ, നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷവേളയിൽ ഒരുപക്ഷെ ദൈവത്തിന്റെ തേജസ്സിനെ പ്രത്യക്ഷത നമുക്ക് കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ ശൂന്യതയിലേക്ക്, ഒന്നുമില്ലായ്മയിലേക്ക്, ഏകമായിരിക്കുന്ന അനുഭവത്തിലേക്ക് പോകുമ്പോൾ, എല്ലാവരും നമ്മളെ വിട്ടുമാറുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം നമുക്ക് വെളിപ്പെടും, യാക്കോബിന് വെളിപ്പെട്ടതുപോലെ. അപ്പോൾ മുന്നിൽ നടന്ന ദൂതനെ നമുക്ക് കാണുവാനൊക്കെ ഉണ്ട്. അഗ്നിസംഭത്തിലും മേഘസംഭത്തിലും നമ്മളെ വഴിനടത്തുന്ന ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാനും നമ്മുടെ കണ്ണാൽ നമുക്ക് കാണുവാനും ആത്മാവിലും ശരീരത്തിലും ദേഹത്തിലും, ആത്മാവിലും ശരീരത്തിലും ദേഹിയിലും നമുക്കതിനെ ഗ്രഹിച്ചറിയുവാൻ്റെ കൊണ്ടും കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലെ, നീ ഭാരപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. ദൈവം നമ്മളോടുകൂടെ സദാസമയമുണ്ട്. 24 മണിക്കൂർ ദൈവത്തിന്റെ ദൂതൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ വിശ്വത്തിൽ നിന്റെ ഭയം മാറട്ടെ, നിന്റെ ഭീതി മാറട്ടെ, ദൈവത്തോടുള്ള നിന്റെ സ്നേഹം വർദ്ധിക്കട്ടെ. നിന്റെ സകല വഴികൾ നിന്നെ കാക്കുവാൻ ദൈവം നിന്നെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ കാൽക്കല്ലിനോട് തെറ്റാതെ വണ്ണം അവർ തങ്ങളുടെ കരങ്ങളിൽ നിന്നെ വഹിച്ചുള്ള വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും.